اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر قال نبينا محمد صلى الله عليه وسلم إن مما يلحق المؤمن من عمله وحسناته بعد موته علما علمه ونشره وولدا صالحا تركه أو مصحفا ورثه أو مسجدا بناه أو بيتا لابن السبيل بناه أو نهرا أجراه أو صدقة أخرجها من ماله في صحته وحياته تلحقه بعد موته مسجد تو بنا دی شب بھر میں مسجد تو بنا دی شب بھر میں ایمان کی حرارت والوں نے من اپنا پرانا پاپی ہوں برسوں میں نمازی بن نہ سکا صلی اللہ علی محمد صلی اللہ علیہ وسلم صلی اللہ علی محمد صلی اللہ علیہ وسلم اللہم صلی علی محمد یا റബ്ബി صلی അലൈഹി വസല്ലം. വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന കേരളത്തിൽ ചെറിയ കാലം കൊണ്ടറിയപ്പെട്ട ഫാത്തിമ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ ചെയർമാനും കോഴിക്കോട് ടൗണിൽ തലയുയർത്തി നിൽക്കുന്ന ഫാത്തിമ ഹോസ്പിറ്റലിന്റെ എംഡിയുമായ പിതൃതുല്യം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ആദരണീയരായ ഫാത്തിമ അബ്ദുള്ള ഹാജി അവറുകളെ, നമ്മുടെ ഈ വേദിയിൽ ദുആ ചെയ്ത് നമ്മെ ധന്യരാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ അംഗവും കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ പ്രധാനിയുമായ ഏറെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആദരണീയരായ വാവാട് ഉസ്താദ് അവറുകളെ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഈ സദസ്സിനെ ധന്യരാക്കിയ ആദരണീയരായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവറുകളെ, വേദിയിൽ ഉപവിട്ടരായ ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരടക്കമുള്ള സാരഥികളെ, നമ്മുടെ മഹല്ല് ജമാഅത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാന പ്രചരണ പ്രസരണ മേഖലയിൽ സ്തുത്യർഹ സേവനം നിർവഹിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം എല്ലാം ത്യജിച്ച് നിലകൊള്ളുന്ന ആദരണീയരായ അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകി ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ പ്രമുഖരായ ഈ നാട്ടിലെ നല്ലവരായ കുടുംബാംഗങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയോട് ഹൃദയം ചേർത്തുവെച്ച് ഈ കാലമത്രയും ജീവിക്കുകയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ
ഭൗതിക കെട്ടിടത്തിന്റെ ശോചനീയമായ അവസ്ഥ കണ്ട് ഇതെങ്ങനെ പുനർനിർമ്മിക്കാൻ കഴിയും എന്ന് ഏറെക്കാലമായി ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനൊരവസരമുണ്ടാകണം എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത നല്ലവരായ മഹല്ല് നിവാസിനികളെ സഹോദര സമുദായത്തിലെ ഈ സദസ്സ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സമുദായത്തിലെ എന്റെ സഹോദരങ്ങളെ, ഫാത്തിമ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിൽ പരിശുദ്ധമായ ഖുർആനിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിന്റെ ഓരോ അക്ഷരങ്ങളും തങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊത്തിവെച്ച് തങ്ങളുടെ മരണം വരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ കാവൽക്കാരായി ഹൃദയം കൊണ്ട് ഖുർആനിന്റെ കാവൽക്കാരായി നിലകൊള്ളാൻ തീരുമാനിച്ച് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളായ കുഞ്ഞുമക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കർമ്മത്തിനാണോ ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത് ആ കർമ്മം എത്രയും പെട്ടെന്ന് വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ ഇത് ഏറ്റെടുത്ത ആളുകൾക്കും അതേപോലെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മഹല്ലിലെ ഭാരവാഹികൾക്കും പണിയുടെ ചുമതല ഏറ്റെടുത്ത ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയൊക്കെയുള്ള ഒരു വിശേഷണത്തിന് അർഹനല്ല ഞാൻ എന്ന കാര്യം ആമുഖമായി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരൽപസമയം, അതായത് ഈ പ്രദോഷം അവസാനിക്കുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അനിവാര്യമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദരണീയനായ വാവാട് ഉസ്താദ് അവറുകൾ നമുക്കറിയാവുന്ന പോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒട്ടേറെ പണ്ഡിതന്മാർ ആരോഗ്യപരമായി ക്ഷീണിതരാണ്, പ്രയാസപ്പെടുന്ന ആളുകളാണ്. നമ്മുടെ ഉസ്താദുമാരിൽ അധികവും വന്യവയോധികരാണ്. ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് അവറുകൾ അടക്കം പല ആളുകളും അല്ലാഹു അവർക്കൊക്കെ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിനും പരിസര പ്രദേശത്തിനും ഏറെ തണലായി ആശ്വാസമായി നമുക്കെല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരമായി നിലകൊള്ളുന്ന ആദരണീയരായ വാവാട് ഉസ്താദിന് അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. മഹാനായ ഉസ്താദ് അവറുകൾ നേരത്തെ തന്നെ ദുആ ചെയ്ത് ഒരുപക്ഷെ ആരോഗ്യം അനുവദിച്ചില്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി തിരിച്ചു പോകേണ്ടി വരും എന്നതുകൊണ്ടാണ് അമുഖമായി മഹാനവറുകൾ ദുആ ചെയ്ത് നമ്മുടെ ഈ സദസ്സിനെ ധന്യരാക്കിയത്. നേരത്തെ ഈ പള്ളിയുടെ പഴക്കം എത്രയായി എന്നോ ഇതിന്റെ ചരിത്ര കാര്യങ്ങളോ ഒന്നും ചോദിച്ചു മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്ത് ആളുകൾ വന്ന് താമസമാക്കി. നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ എസ്റ്റേറ്റ് മുക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. പേര് കേട്ടാൽ തന്നെ എസ്റ്റേറ്റുകളാണ് ഇവിടെ ആയിരിക്കുക എന്നായിരുന്നു ഞാൻ എന്റെ നിഗമനം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. ഇവിടെ വന്നപ്പോൾ സംഗതി അതുതന്നെയാണ് എന്ന് ഈ പ്രദേശത്തേക്ക് കടന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ധാരാളം വിശാലമായി പരന്നുകിടക്കുന്ന തോട്ടങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നിലകൊള്ളുന്നത്. നേരത്തെ ഈ തോട്ടങ്ങളുടെ ഉടമസ്ഥരായിരുന്ന ആളുകളുടെ കീഴിൽ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ വന്ന തൊഴിലാളികളാണ് ഈ ഭാഗത്ത് താമസിച്ചു വന്ന ആളുകൾ എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അബ്ദുള്ള സാഹിബ് എന്തുകൊണ്ട് ഈ സ്ഥലം തെരഞ്ഞെടുത്തു എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. കേരളത്തിൽ ഇനി പള്ളിന്റെ ആവശ്യമില്ല, പള്ളി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമില്ല എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം ആ മനസ്സുപോലെ കുടുംബത്തിന് തെരഞ്ഞെടുക്കാനും കഴിഞ്ഞു എന്നത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ അവരുടെ മനസ്സിന്റെ ഉദ്ദേശവും തേട്ടവും പോലെ അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തതാകും. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഏതൊരു രീതിയിൽ ചിന്തിച്ചാലും ഒരു പള്ളിയെടുത്ത് പൂർത്തിയാക്കാൻ പറ്റാവുന്ന സാമ്പത്തികമായ അവസ്ഥയിലുള്ള ആളുകളല്ല ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്നത് എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അവർ ഇതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്താൽ ഏറെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന, സ്വയം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തതയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഏറെക്കാലം നീണ്ടുനിന്ന് മാത്രമേ ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് ഇവിടെ വന്നപ്പോൾ ശരിക്കും ബോധ്യപ്പെട്ടു എന്നതാണ് സത്യം. അബ്ദുള്ള സാഹിബ് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയല്ലോ. അതേപോലെ ആദരണീയരായ വാവാട് ഉസ്താദും ഓർമ്മപ്പെടുത്തി.
അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യാപിതാവ് മരണപ്പെട്ട സമയത്ത് ഭാര്യാപിതാവിന്റെ പരലോക ഗുണത്തിനായി എന്തു ചെയ്യണം എന്ന്. കാലം വളരെ മോശമായ കാലം നമുക്കറിയാം. പല കുടുംബങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു മഹല്ലത്തിന്റെ ചുമതലയുള്ള ഒരു ചെറിയ മനുഷ്യൻ എന്ന നിലക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മരിച്ച് 7ാമത്തെ ദിവസം പിതാവിന് വേണ്ടി ദുആ ചെയ്ത് പിരിയുന്ന സമയത്ത് കുടുംബത്തിലെ ഏറ്റവും മൂത്ത ചേട്ടൻ അനുജന്മാരോടും പെങ്ങന്മാരോടും പുതിയാപ്പിളമാരോടും പറഞ്ഞത്, നിങ്ങളൊക്കെ അടുത്ത ആഴ്ച ഇന്ന ദിവസം വരണം, വാപ്പായുടെ സ്വത്ത് ഈ സമയത്ത് തന്നെ നമ്മൾ വീതിച്ചെടുത്താൽ പ്രയാസമില്ലാതെ വീതിച്ചെടുക്കാൻ കഴിയും. പിതാവ് മരിച്ചതിന്റെ പ്രയാസവും ദുഃഖവും നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആരും സ്വത്തിനു വേണ്ടി കടിപിടി കൂടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്കത് വേഗം വീതിച്ചു കളയാം എന്ന് പറഞ്ഞൊരനുഭവം എന്റെ ജീവിതത്തിലുണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സായിദ് എന്ന് പറയുന്ന അബ്ദുള്ള സാഹിബിന്റെ പ്രിയപ്പെട്ട മകൻ തന്റെ ഭാര്യാപിതാവ് മരിച്ചപ്പോൾ ചിന്തിച്ചത്, അല്ലാഹുവേ, എന്നെ ജീവിതത്തിൽ ഏറെ സ്നേഹിച്ച എന്റെ ഭാര്യാപിതാവിന് വേണ്ടി ഞാൻ എന്തു ചെയ്യും എന്ന് ചിന്തിച്ചപ്പോ അദ്ദേഹം തീരുമാനിച്ചത് പിതാവിന്റെ അതേ വഴിയിൽ നടക്കുവാനാണ്. തന്റെ പിതാവ് ചെറുപ്പത്തിലെ പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയിലെ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിലെ സമുന്നതരായ സയ്യിദുമാരെ കൊണ്ടുവന്ന്, മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെ കൊണ്ടുവന്ന് പള്ളി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് കൊച്ചുകുട്ടിയായിരുന്ന സായിദിന്റെ കയ്യിൽ കൈകൊണ്ടായിരുന്നു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി തങ്ങന്മാരുടെ കയ്യിലേക്ക് ചാവി കൊടുപ്പിക്കാറുള്ളത്. അബ്ദുള്ള സാഹിബ് എന്നോട് പറഞ്ഞു, ഞാനത് കരുതിക്കൂട്ടി ചെയ്യാറുള്ളതാണ്, മക്കൾക്കും അത് ശീലിക്കാൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി, പിതാവ് ചെറുപ്പത്തിലെ ആ ചെയ്ത കാര്യമാണ് എന്ത് ഭാര്യാപിതാവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചപ്പോൾ ഈ കൊച്ചുമോന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സായിദ് തീരുമാനിച്ചൊരു പള്ളി നിർമ്മിക്കാമെന്ന് തീരുമാനിച്ച ഉടനെ തന്നെ തന്റെ പ്രിയപ്പെട്ട പിതാവിനാണ് വിളിച്ചത്. പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ, ഞാൻ എന്റെ ഭാര്യയുടെ പിതാവിന്റെ പേരിൽ അവരുടെ പരലോക ഗുണത്തിനായി ഒരു പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പിതാവിനോട് പറഞ്ഞപ്പോൾ നമുക്കറിയല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സമ്പ്രദായം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സമ്പ്രദായം മക്കത്തായ സമ്പ്രദായമാണല്ലോ. മക്കത്തായ സമ്പ്രദായത്തിലുള്ള വലിയൊരു പ്രശ്നമുണ്ട്, അമ്മായിമപ്പൂര് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മുടെ വീട്ടിലേക്കാണ് കടന്നു വരിക. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ മാതാപിതാക്കളുടെ സ്വഭാവം പലപ്പോഴും ഭാര്യമാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന സമയത്താണ് പല പോരുകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. പലപ്പോഴും ഒരു മകൻ തന്റെ ഭാര്യാപിതാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഉടനെ വാപ്പ ചിന്തിക്കുക, ഓൻ എന്നെക്കാളും കൂടുതൽ സ്നേഹം ഓന്റെ ഭാര്യന്റെ വാപ്പയോടാണ് എന്നാ വാപ്പ ചിന്തിക്കുക. ഉമ്മ ചിന്തിക്കുക, ഒരുപക്ഷെ അവൻ ഞങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാകുമെന്നാകും ഉമ്മ ചിന്തിക്കുക. ഇവിടെയാണ് പിതാവിനെ വിളിച്ചും മാതാവിനെ വിളിച്ചും അത് പറഞ്ഞ സമയത്ത് ഈ കുട്ടിയുടെ ഡോക്ടർ സായിദിന്റെ മാതാവ് കരഞ്ഞു. ഭർത്താവ് വന്ന സമയത്ത് ഭർത്താവിനോട് പറഞ്ഞു, മകൻ അബ്ദുള്ള സാഹിബ് വന്നപ്പോ അബ്ദുള്ള സാഹിബിനോട് പറഞ്ഞു, ഇങ്ങനെ മകൻ വിളിച്ചിരുന്നു, അവൻ ഭാര്യാപിതാവിന്റെ പേരിൽ ഒരു പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാതാവ് കരഞ്ഞിട്ട് പറഞ്ഞു, മകനും ബാപ്പാന്റെ അതേ റൂട്ടിലാണ് എന്ന കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് മാതാവ് പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു, അബ്ദുള്ള സാഹിബും പറഞ്ഞു, മകൻ എന്നെയും വിളിച്ചിരുന്നു. ഉടനെ തന്നെ മാതാവ് പറഞ്ഞു, മകൻ ഭാര്യാപിതാവിന്റെ പേരിൽ ഒരു പള്ളിയെടുക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ്. മകൻ അങ്ങനെ തീരുമാനിക്കാനുള്ളൊരു മനസ്സല്ലാഹു കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് ശുക്റായി ഞാനൊരു പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് അബ്ദുള്ള സാഹിബിന്റെ ഭാര്യ ഡോക്ടർ സായിദ് എന്റെ മാതാവ് പറഞ്ഞപ്പോ ഉടനെ അബ്ദുള്ള സാഹിബ് പറഞ്ഞു, ഞാനും ഒരു പള്ളി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഈ ഒരൊറ്റ നന്മയുടെ പേരിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനങ്ങളായ 3 പള്ളികളാണ് ഈ ഒരു നല്ല മനുഷ്യന്റെ മരണത്തോടനുബന്ധിച്ച് തന്റെ ഭാര്യയുടെ തന്റെ മകളുടെ ഭർത്താവ് തീരുമാനിച്ച ഈ നല്ലൊരു തീരുമാനത്തിന്റെ പിന്നിൽ അള്ളാഹുവിന് വേണ്ടി 3 പള്ളികളാണ് ഈ ഭൂമിയിൽ ഇൻഷാ അള്ളാഹ് ഉയരാൻ പോകുന്നത്, നമ്മുടെ കേരളക്കരയിൽ ഉയരാൻ പോകുന്നത്. അതിലേറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ് എന്ന് അബ്ദുള്ള സാഹിബ് നിങ്ങളൊരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും, നിങ്ങളങ്ങ് ചെന്ന് പറഞ്ഞപാട് അബ്ദുള്ള സാഹിബ് ഏറ്റെടുത്തതാവും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നാടിന്റെ A to Z വിവരം അബ്ദുള്ള സാഹിബ് ശേഖരിച്ചതിന് ശേഷമാണ് ഈ നാട്ടിൽ പള്ളി ഉണ്ടാക്കാനുള്ളൊരു സാമ്പത്തികമായ ശേഷി ഈ നാട്ടുകാർക്കില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ
അടിസ്ഥാനത്തിലാണ്. അബ്ദുള്ള സാഹിബിന് ചില CIDകളൊക്കെ ഉണ്ട്. ആ CID ഒരു പക്ഷേ UAE ഗവൺമെന്റിനേക്കാളും അവയുടെ CIDയെക്കാളും അവരുടെ കഴിവിനേക്കാളും മറികടക്കാൻ പറ്റുന്ന കഴിവുള്ള CIDകളാണ്. നമ്മൾ വിചാരിക്കാത്ത ചില CID അന്വേഷണ സംഘവും സംവിധാനമൊക്കെ ഇവർക്കുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ നാട്ടിൽ അത് ചെയ്യേണ്ടത് അനിവാര്യമാണോ എന്ന് പഠിച്ചാണ് അബ്ദുള്ള സാഹിബ് ചെയ്യാറുള്ളത്. ഞാൻ പറയുന്നത് എങ്ങനെ ഇത് തീരുമാനിച്ചു എന്ന് ഞാനും ചിന്തിച്ചപ്പോൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ നാട് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എന്ന് മനസ്സിലായത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ നാട്ടിൽ അല്ലാഹുവിന്റെ വേണ്ടി സുന്ദരമായ ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ച അബ്ദുള്ള സാഹിബിന്റെയും അബ്ദുള്ള സാഹിബിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ വേണ്ടി നിങ്ങൾ നിരന്തരമായി ദുആ ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒരു സുദീർഘമായ ഭാഷണത്തിന് സമയമില്ലല്ലോ നമ്മുടെ മുമ്പിൽ. അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഇത് മാത്രമാണ്, ആത്മാർത്ഥമായുള്ള ദുആ, പ്രാർത്ഥന മാത്രമാണ്. ആ കുടുംബത്തെ അബ്ദുള്ള സാഹിബ് എപ്പോഴും പല സമയത്തും യാത്രകളിലായും അല്ലാതെയും ജീവിതത്തിൽ പല ഘട്ടത്തിലും പരിചയപ്പെടാനും ഒപ്പം ചേരാനും അവസരമുണ്ടായപ്പോൾ എന്നോട് പറയാറുണ്ട്, എങ്ങനെ സ്വർഗം കിട്ടുക എന്നെന്നോട് ചോദിക്കാറുണ്ട്. അള്ളാഹു ഭൂമിയിൽ എനിക്ക് ധാരാളം നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്, ഇനി എനിക്ക് സ്വർഗം കിട്ടണം. അള്ളാഹുവിന്റെ സ്വർഗം ഏറ്റവും വിശാലമായ സൗകര്യമുള്ള സ്ഥലമല്ലേ, അത് കിട്ടാൻ എന്താണ് വഴി എന്ന് ഹദീസുകളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് അതൊന്നും വിശാലമായി പഠിച്ചിട്ടില്ലാത്ത അബ്ദുള്ള സാഹിബ് ചോദിച്ചറിയാറുണ്ട് എന്ന് മാത്രമല്ല, കേൾക്കുന്ന വയലുകളിൽ എന്നൊക്കെ കേട്ട് കേസറ്റുകളായൊക്കെ കേട്ടിട്ട് പറയും, അങ്ങനെ ചെയ്താൽ ഈ നന്മയുണ്ട് എന്ന് ഇന്നാലിന്ന ഉസ്താദിന്റെ വയലിൽ ഞാൻ കേട്ടല്ലോ, അത് ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ബാബാട് ഉസ്താദിനെ വല്ലാതെ സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് അബ്ദുള്ള സാഹിബ്. ബാബാട് ഉസ്താദ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നോട് പറയാറുണ്ട്, ബാബാട് ഉസ്താദ് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് അത് വലിയൊരു നന്മയാണ് എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന ഒരേ ഒരു ചിന്ത മാത്രമേ ഈ കുടുംബത്തിന്റെ മനസ്സിൽ ഇനിയുള്ളൂ എന്ന് തോന്നിപ്പോകാറുണ്ട് പല സംശയ നിവാരണങ്ങളും നടത്തുന്ന സമയത്ത്. മാത്രമല്ല ഈ മാർച്ച് ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ നടക്കുന്ന വയലിൽ ചില ദിവസങ്ങളിൽ വയലു പറയാനുള്ളൊരു ചുമതല എനിക്കുണ്ട്. 3-4 കൊല്ലം മുമ്പ് ഞാൻ പരിചയപ്പെട്ട അന്ന് മുതലേ എന്നോട് പറയുന്നൊരു വിഷയമുണ്ട്, നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി എന്ന ഒരു വയലു പറയണം എന്ന് പറയാറുണ്ട്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി. അപ്പൊ എന്നോട് മൂപ്പര് പറയാ, എളുപ്പത്തിൽ സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂലേ എന്നെന്നോട് ചോദിച്ചു. ഞാനും സത്യത്തിൽ ആലോചിച്ച്, നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറ് സ്വർഗത്തിലേക്ക് എത്താന്നുള്ള വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇദ്ദേഹം സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി എന്താണ് എന്നുള്ള വാല്യൂ പറയണം എന്ന് എന്നോട് അന്നേ നിർബന്ധിപ്പിക്കുന്നത്. ഈ വർഷം ഞാനത് ഏറ്റെടുത്തു. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി എന്നൊരു സബ്ജക്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് പഠിക്കാൻ പോവാം. ഞാനത് പഠിക്കാനുള്ള നിയ്യത്ത് ചെയ്ത സമയത്ത് തന്നെ കണ്ട ഹദീസ്, ഞാൻ കണ്ടൊരു ഹദീസ് 2 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ കിടക്കാന്ന. 2 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ സ്വർഗത്തിൽ കിടക്കാം. ഈ വിഷയം പഠിക്കാൻ തീരുമാനിച്ച് ഞാനൊരു കിതാബ് മറിച്ച സമയത്ത് തന്നെ കാണുന്നത് ആ ഹദീസാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന സമയം ഞാൻ ആ ഹദീസ് നിങ്ങളോട് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഞാൻ എടുത്തുദ്ധരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അവരുടെ കുടുംബത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള വേദികളിൽ മാത്രമല്ല, നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങളുടെ വീടിന്റെ അകത്തളത്തിൽ വെച്ച് ചെയ്യുന്ന ദുആയിലും, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ പലരും സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരയാറില്ലേ? ആ ദുആകളിൽ പോലും അബ്ദുള്ള സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബവും ഉണ്ടാകണം, നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദുമാരുണ്ടാകണം എന്ന കാര്യം ഞാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് പള്ളിയാണ്. പള്ളി എന്ന് നമ്മൾ മലയാള ഭാഷയിൽ പറയുന്നതാണ്, അറബിയിൽ അതിന് പറയാറുള്ളത് മസ്ജിദ് എന്നാണ്. ഇനി ഒരു വിഷയം പറയാൻ, അതെവിടെ എത്താന്ന് അറിയില്ല, എത്തിനോട് എത്തിയിട്ട് നമ്മൾ വാങ്ങ് കൊടുക്കുമ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്യും. പഞ്ചായത്ത് മെമ്പർ ഒരു ആശംസ പറയാനുണ്ട്. മൂപ്പര് പറഞ്ഞ് സമയമില്ല നമ്മൾ ഈ സ്വാഗതത്തിൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ആ സാധു പേടിച്ചു പോയിട്ട് കരുതി ഞാനൊരു ശല്യാവണ്ടാണ്. പക്ഷെ അദ്ദേഹം 2 വാക്കെങ്കിലും ഒരാശംസ പറയായിരുന്നു നമ്മുടെ സന്തോഷം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവസാന സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് അദ്ദേഹം പറയുന്നത് സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. മാത്രവുമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഏത് ആരാധനാലയം നിർമ്മിക്കപ്പെടുകയാണെങ്കിലും ആവശ്യവുമാണല്ലോ. നിങ്ങളുടെയൊക്കെ എല്ലാ പിന്തുണയും ഇതിന്റെ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായതുപോലെ ഭാവിയിലും ഉണ്ടാകണം എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, പള്ളികൾ എന്താണ് എന്ന് ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാണ്. കാരണം ഞങ്ങൾ പറയുമ്പോൾ ഒരു പൊതുസമൂഹത്തിൽ അതവരുടെ കാര്യം നേടാനാണ് എന്ന് പറയും. എന്നാൽ നിങ്ങൾ പറയുമ്പോൾ പള്ളികൾ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ കുട്ടിക്കാലം മുതലേ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയ പള്ളികൾ എന്ത് എന്ന് പറയുമ്പോൾ
എല്ലാ വിഭാഗവുമുള്ള സമൂഹത്തിന് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെയാണ് നാം മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറയേണ്ടത് മുസ്ലിം ഉമ്മത്തല്ല, നമ്മളുടെ കുറിച്ചുള്ള അനുഭവങ്ങൾ പറയേണ്ടത് മറ്റു സമൂഹം, ആ സമൂഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറയേണ്ടത് ഇന്ത്യയെ പോലെയുള്ള ഒരു സാഹചര്യമുള്ള രാജ്യത്ത് മറ്റു സമൂഹത്തെക്കുറിച്ചുള്ള അവരിൽ നിന്നുള്ള അനുഭവം പറയേണ്ടത് നമ്മളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അഖണ്ഡതയോടുകൂടെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ഈ മുന്നേറ്റം അല്ലാഹു എല്ലാ കാലത്തും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പള്ളികൾക്ക് അറബിയിൽ പറയാനുള്ളത് മസ്ജിദ് എന്നാണ്. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മസ്ജിദ് എന്നാണ് പള്ളിക്ക് പറയാറുള്ളത്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സജദ, സജദ സുജൂദ് എന്നത് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം. എന്താണ് സുജൂദ്? മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് സാഷ്ടാംഗം ചെയ്യുക എന്ന് പറയാറുണ്ട്. സാഷ്ടാംഗം ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന സുജൂദിന് മാത്രമല്ല മലയാള ഭാഷയിൽ പറയാം, എല്ലാത്തിനും പറയും. വണങ്ങുന്നതിന് പറയാറുണ്ട്, ഒരു പ്രത്യേക രീതിയിലുള്ള വണക്കത്തിന് സാഷ്ടാംഗം എന്ന് പറയാറുണ്ട്. നമ്മൾ ഭാഷാന്തരം ചെയ്യാൻ വേണ്ടി മലയാളത്തിൽ മറ്റു പദങ്ങളില്ലാത്തത് കൊണ്ട് സാധാരണ നമ്മൾ സാഷ്ടാംഗം എന്ന് പറയാറുണ്ട്. എന്താണ് സുജൂദ്? ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പ് സുജൂദ് നിലനിൽക്കുന്നതിലൂടെയാണ് എന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും സുജൂദ് എന്നാണോ നിലച്ചു പോകുന്നത്, അന്നാണ് ഭൂമിയുടെയും ഈ അണ്ഡഘടാഹത്തിന്റെയും നാശമെന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന് വേണ്ടി യസ്ജുദു ലില്ലാഹി മാ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുർ റഹ്മാൻ, സാധാരണ നമ്മൾ ഓതാറുള്ള പരിചയമുള്ള സൂറത്തുർ റഹ്മാൻ. അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. നജ്മും ഷജറും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹു ഗ്രന്ഥം ഇറക്കിത്തന്നത് എന്തിനാ? മനുഷ്യർക്ക് അറിയാത്തത് എന്തൊക്കെയാണോ അത് പഠിപ്പിച്ചു കൊടുക്കാനാണ്. അള്ളാഹു പ്രവാചകന്മാരെ അയച്ചതും അതിനാണ്. അള്ളാഹു പറയുകയാണ്, പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്തിനാ പള്ളിക്ക് സുജൂദ് എന്ന് പറഞ്ഞ്? ഏതൊരു സ്ഥലത്തും നടക്കുന്ന പ്രവർത്തനം ഏതാണോ ആ പ്രവർത്തനം നോക്കിയിട്ടാണല്ലോ ആ സ്ഥലത്തിന്, സ്ഥാപനത്തിന് നമ്മൾ പേര് വെക്കാറുള്ളത്, അല്ലേ? സ്കൂളുകൾക്ക് നമ്മൾ അറബിയിൽ പറയാ മദ്രസ എന്നാണ്. മദ്രസ എന്ന് പറയാ അവിടെ ദർസ് നടക്കുന്നു, പഠനം നടക്കുന്നു, പഠിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി നടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഇതിന് മദ്രസ, പഠിക്കുന്ന സ്ഥലം എന്ന പേര് വന്നത്. അറബിയിൽ ഹോട്ടലിന് പറയാനുള്ളത് മത്അം എന്നാണ്. മത്അം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എന്നാണ്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. സത്യത്തിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഭക്ഷണം കഴിക്കുക മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. പക്ഷെ മത്ബഖ് എന്നല്ല ഹോട്ടലിന് പറയാം, മത്അം എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നടക്കുന്നത് ഭക്ഷണം കഴിക്കലാണ്. അതുകൊണ്ട് മത്അം. പള്ളികൾക്ക് മസ്ജിദ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? പള്ളികൾക്ക് മസ്ജിദ് എന്ന് പറയുന്നു എന്തുകൊണ്ട്? ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ 4 റക്അത്ത് ഒരാൾ നിസ്കരിക്കുകയാണോ 8 സുജൂദാണ് അവിടെ നടക്കുന്നത്. റക്അത്ത് 4, സുജൂദ് 8. 2 റക്അത്താണ് നിസ്കരിക്കുന്നത്, സുജൂദ് 4, റക്അത്ത് 2. സുജൂദ് റക്അത്തിൽ പെട്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ സുജൂദാണ് നടക്കുന്നത്. 1, 2. ഈ പള്ളികൾ മസ്ജിദ് എന്നറിയപ്പെടാനുള്ളത് കാരണം സുജൂദുകൾ മുഖേനയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ്. സുജൂദ് എന്നാണോ നിലച്ചു പോകുന്നത് അന്ന് ലോകം അവസാനിക്കും. എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമായി ഖിയാമത്ത് നടക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന 10ാമത്തെ വലിയ അടയാളമുണ്ട്. വലിയ അടയാളങ്ങൾ 10 അൽ അലാമാത്തുൽ കുബ്ര വൽ അലാമാത്തുസ് സുഗ്റ.
ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും ഖിയാമത്തിന് മുമ്പ്. എന്നാണ് ഖിയാമത്ത് സംഭവിക്കുക എന്ന സ്വഹാബികൾ, എന്നാണ് ഖിയാമത്ത് സംഭവിക്കുക എന്ന പുണ്യനബിയോട് സ്വഹാബികളുടെ മുമ്പിൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്നാണെന്ന കാര്യം എനിക്കറിയില്ല എന്നായിരുന്നു. ചോദിച്ച നിങ്ങളെക്കാൾ ചോദിക്കപ്പെട്ട എനിക്ക് ആ വിഷയത്തിൽ കൂടുതൽ വിവരമില്ല എന്നായിരുന്നു പുണ്യനബി പറഞ്ഞത്. ഉടനെ ആഗതൻ ചോദിച്ചു, വന്നാൽ മാലാമാതുഹ, അതിന്റെ അടയാളങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചു. അന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ലോകം അവസാനിക്കുന്നതിന് മുമ്പുള്ള അടയാളങ്ങൾ എണ്ണിക്കൊടുക്കുന്നത്. ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വലിയ അടയാളങ്ങളിലേക്ക് കടക്കലാണ്. വലിയ അടയാളങ്ങളിലെ ലോകാവസാനം നടക്കുന്നതിന് തൊട്ടുമുമ്പായി നടക്കുന്ന 10ാമത്തെ വലിയ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തുലൂശംസി മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഇന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു സത്യം അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തെ പഠിപ്പിച്ചു തന്നു. അല്ലേ? ശാസ്ത്രത്തോട് ചോദിച്ചാൽ സൂര്യൻ എല്ലാ ദിവസവും കിഴക്കുതിച്ചു പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നു. ആ അസ്തമിക്കുന്നത് മറ്റൊരു കിഴക്കിലാണ്. അല്ലേ? ഓരോ സമയത്തും സൂര്യൻ ഉദയമുണ്ട്, ഓരോ സെക്കൻഡിലും അസ്തമയമുണ്ടെന്ന്. സൂര്യൻ അങ്ങനെ ഓരോ സെക്കൻഡിലും ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അസ്തമിക്കുമ്പോൾ വേറെ സ്ഥലത്ത് ഉദിക്കുകയാണ്, അപ്പൊ വേറെ സ്ഥലത്ത് അസ്തമിക്കാനാവുകയാണ്. അങ്ങനെയാണ്, ഭൂമി ഉരുണ്ടതാണല്ലോ. ഓരോ സെക്കൻഡിലും ഉദയമസ്തയുമുണ്ട്, അസ്തമയമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, മദീന മുനവ്വറയിൽ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ സത്യം ലോകത്തെ പഠിപ്പിക്കുന്നത്. സ്വഹാബാ അതദ്റൂന ഹൈന തദ്ഹബു ഹാദിഹി, ഈ സൂര്യൻ എങ്ങോട്ടാണ് മറഞ്ഞു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? സഹാബികൾ പറഞ്ഞു അല്ലാഹു റസൂലുഹു അലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സഹാബ, സൂര്യൻ അസ്തമിക്കുമ്പോൾ സംഭവിക്കുന്നത് അർശിന്റെ ചുവട്ടിൽ പോയി സുജൂദിൽ വീഴുകയാണ്. സൂര്യൻ സുജൂദിയുണ്ട്. അർശിന്റെ ചുവട്ടിൽ പോയി സൂര്യൻ സുജൂദിൽ വീഴുകയാണ്. എന്നിട്ട് റബ്ബിനോട് ഉദിക്കാനുള്ള സമ്മതം ചോദിക്കും. അല്ലാഹു ഉദിക്കാൻ സമ്മതം നൽകും. അപ്പോഴാണ് സ്വഹാബ പിറ്റേ ദിവസം അത് കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബ്. അപ്പൊ ഓരോ സെക്കൻഡിലും സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ട്. ഏത്? അർശിന്റെ ചുവട്ടിൽ. അർശ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതങ്ങളിലാണ്, അതിന്റെ ചോട്ടിലാണ് എല്ലാം. അപ്പൊ ഈ സൂര്യനും എല്ലാ സമയത്തും അർശിന്റെ ചോട്ടിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സഹാബ, ഇനി ഒരു ദിനം കടന്നു വരാനുണ്ട് സഹാബ. ആ ദിവസം സൂര്യൻ സുജൂദ് ചെയ്താൽ ആ സുജൂദ് അല്ലാഹു ഖബൂൽ ചെയ്യില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ചോദിച്ചു, നബിയേ എന്നാണത്? എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സൂര്യൻ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കാതിരിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കഅബാലയം പൊളിക്കപ്പെട്ടാലാണ്. എന്തിനാ നമ്മൾ പടിഞ്ഞാറ്റിൽ നിസ്കരിക്കണേ? കിഴക്ക് തിരിഞ്ഞാൽ പോരെ? ലേ വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറുമെല്ലാം അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവിൻ്റെതല്ലേ? പടിഞ്ഞാറിന്റെ പ്രത്യേകത അങ്ങനെ ചില മനുഷ്യന്മാരിക്കല് ആർക്കും ഒരു പ്രത്യേക, എല്ലാവരും സമാന്നാ ചിലര് പറയാം, എല്ലാവരും സമാ ഒക്കെ അവർക്ക് അടിസ്ഥാനങ്ങൾ അറിയാത്ത വിവരക്കേടിന്റെ വാദങ്ങളാണ്. പടിഞ്ഞാറ് അല്ലാഹുവിൻ്റെതാണ്, കിഴക്കല്ലാഹുവിൻ്റെതാണ്, തെക്കും വടക്കും റബ്ബിൻ്റെതാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹുവിനല്ലേ നിസ്കരിക്കുന്നത്. പക്ഷെ അല്ലാഹ് സ്വീകരിച്ചൊരു രീതി എന്താണ്? അല്ലാഹുവിനാണ് നമ്മൾ സുജൂദ് ചെയ്യെങ്കിലും ആ സുജൂദ് കഅബ മുഖേനയാകുമ്പോഴേ അല്ലാഹു ഖബൂൽ ചെയ്യുന്നുള്ളൂ. സുജൂദിൽ പോലും വസീല വേണം അല്ലാഹു സുജൂദ് ഖബൂൽ ചെയ്യാൻ. സുജൂദിൽ പോലും അല്ലാഹു സുജൂദ് ഖബൂൽ ചെയ്യാൻ വസീല വേണം. ആരാത് പഠിപ്പിച്ചത്? ദീനാണ്. ആരാ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് അസ്തമയത്തോടുകൂടെ മഗ്രിബ് നിസ്കരിക്കുമല്ലോ. ഒരാൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് 3 റക്അത്ത് നിസ്കരിച്ച് 6 സുജൂദ് ചെയ്താലും അവന്റെ സുജൂദ് അല്ലാഹു സ്വീകരിക്കൂല. എന്തേ? കഅബക്ക് നേരെ കഅബയെ വസീലാക്കിയാൽ സുജൂദ് ചെയ്യാത്തതുകൊണ്ട് അയാൾ സുജൂദ് അല്ലാഹു ഖബൂൽ ചെയ്യൂല. സുജൂദ് ശരിക്കും ചെയ്യുന്നത് നമ്മുടെ റബ്ബിനാണ്, പക്ഷെ അത് കഅബയെ വസീലയാക്കി ചെയ്യുമ്പോഴാണ് അല്ലാഹു ഖബൂൽ ചെയ്യുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, റസൂലുള്ളാഹി പറഞ്ഞു, കഅബാലയം പൊളിക്കപ്പെടും, കഅബാലയം പൊളിക്കപ്പെടും. പുണ്യ നബി പറഞ്ഞു, കഅബ പൊളിക്കപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ ചെയ്യപ്പെടുന്ന ഒരു സുജൂദും അല്ലാഹു ഖബൂൽ ചെയ്യില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
ആ സമയത്താണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്. സ്വഹാബാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പിന്നെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ തകർച്ചയാണ് കാത്തിരിക്കേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞെന്താ, സുജൂദുകളാണ് പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നത്, സുജൂദുകളാണ് ഭൂമിയെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ടാണല്ലോ അള്ളാഹു ആദ്യം തന്നെ ചെയ്തെന്താ, പടച്ചറബ് മനുഷ്യകുലത്തിന്റെ കഅബ എപ്പോഴുണ്ടായത്? മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഓതിയല്ലോ ആയത്, ഇന്ന അവ്വല ബൈത്തിൻ മുലിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക. ആദ്യമായി ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം, പരിശുദ്ധമായ കഅബാലയം എന്ന ഭവനമാണ് ഭൂമിയിൽ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കപ്പെടാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അള്ളാഹുവിന്റെ ഭവനം കഅബയാണ്. എപ്പോഴാ? ഭൂമിയിൽ അതിന്റെ മുമ്പ് ഒരു ഭവനമില്ല. ആദ്യം തന്നെ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം കഅബയാണ്. ആരാ നിർമ്മിച്ചത്? ഒരു സ്ഥലത്ത് ആരാ കഅബ ഉണ്ടാക്കിയെന്ന് വെച്ചപ്പോ ആൾക്കാരെ കൂടി പറഞ്ഞു ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ല, ഇബ്രാഹിം നബി പുനരുദ്ധരിച്ചതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പുനരുദ്ധാരണം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പുനരുദ്ധാരണമാണ്. കഅബ ഉണ്ടാക്കിയതാരാ? മലക്കുകളാണ്. കഅബ ഉണ്ടാക്കിയത് മലക്കുകളാണ്. ഞങ്ങളോട് കാര്യം പറയട്ടെ, കഅബ ഭൂമി അള്ളാഹു സൃഷ്ടിച്ചപ്പോ തന്നെ ആദ്യം സൃഷ്ടിച്ചത് ഏത് ഭാഗങ്ങള്? കഅബ നിലകൊള്ളുന്ന ഭാഗമാണ് അള്ളാഹു സൃഷ്ടിച്ചത്. എന്തേ? ആ കഅബയുടെ നിലനിൽപ്പനുസരിച്ചാണ് ലോകത്തിന്റെ നിലനിൽപ്പ്. അതുകൊണ്ടാണല്ലോ മക്കൾക്കൊരു പേരുണ്ട്. എന്താ പേര്? ഉമ്മുൽ ഖുറാന. ഉമ്മുൽ ഖുറാ, ഗ്രാമങ്ങളുടെ മാതാവ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഉമ്മയാണോ ആദ്യം ഉണ്ടായാലും മക്കളാണോ? നിങ്ങൾ മിണ്ടാത്ത. ഉമ്മയാണോ ആദ്യം ഉണ്ടാവും മക്കളാണോ? എസ്റ്റേറ്റ് മുക്കിലെ ആൾക്കാരും മിണ്ടാത്ത. ഉമ്മയാണോ ആദ്യം ഉണ്ടാവും മക്കളാണോ? ഉമ്മ. പക്ഷെ ചില മക്കളെ കളി ഉണ്ടാ തോന്നും, ഓന്റെ ഉമ്മ ഉണ്ടാണേന് ഉമ്മ നോ ഉണ്ട്. ആ ജാതി കളിയാ ചില ആൾക്കാരെ കളി, പാപ്പാനോടും ഉമ്മാനോടും. അള്ളാഹു നല്ല മക്കളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. കഅബ മക്കയാണ് ആദ്യം. അതുകൊണ്ട് ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ് തന്നെ മക്ക ആദ്യം ഉണ്ടായി. പിന്നെ വേറുള്ളതൊക്കെ ഉണ്ടായത്. മക്കൾക്ക് വേറൊരു, മക്കയുടെ മറ്റൊരു പേരാണ് മക്ക. ഒന്ന് ഉമ്മുൽ ഖുറ, മറ്റൊന്നാണ് മക്ക. മക്കയുടെ അർത്ഥം എന്താ? മക്ക എന്ന പദത്തിന്റെ അർത്ഥം ഊരാണ്, നടുവും. ഊരാ നമ്മൾ പറയില്ലേ, എന്താ നടുവെന്നല്ലേ നിങ്ങൾ പറയാ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നില്ലേ? നിൽക്കണം എന്തുകൊണ്ടാ? എന്റെ നടു ശരിയായതുകൊണ്ടാ. എന്റെ നടു തെറ്റിപ്പോയാൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല, എനിക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോ പരിശുദ്ധമായ മക്കൾക്ക് തകർച്ച സംഭവിച്ചാൽ ലോകത്തെ എല്ലാ ഗ്രാമങ്ങൾക്കും നാശം സംഭവിക്കുന്നതാണ്, എല്ലാത്തിനും നാശം സംഭവിക്കുന്നതാണ്. അല്ലോ ശ്രദ്ധിക്കണേ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാൻ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയണമെന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പള്ളികളെ സംരക്ഷിച്ചു നിർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ മക്കൾക്ക് നാശം സംഭവിച്ചാൽ ലോകത്തെ എല്ലാ ഗ്രാമങ്ങളിലും നാശമുണ്ടാകും. കഅബക്ക് നാശം സംഭവിച്ചാൽ ലോകം തന്നെ തകർന്നു പോകും, ഭൂമി തന്നെ നശിച്ചു പോകുന്നതാണ്. എന്നാൽ ലോകത്തുള്ള മറ്റെല്ലാ പള്ളികളും ഈ കഅബയുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ആ പള്ളികൾക്ക് നാശം സംഭവിക്കുന്നത്, ആ നാട്ടിൽ നാശം സംഭവിക്കുന്നതിന്റെ തുടക്കമാ. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. നിങ്ങൾ കണ്ടില്ലേ പത്രത്തില് പല ദിവസവും? ഞാൻ ഒരു യാത്ര ചെയ്യുന്നതിന് മുമ്പുള്ള ആഴ്ചകളിൽ പത്രം നോക്കുമ്പോൾ അധിക ദിവസം പത്രത്തിൽ കാണാം ഇന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായി, കാട് കത്തി, ഫയർഫോഴ്സിന്റെ ആളുകൾ വന്നിട്ട് കാട് കത്തുന്ന തീ അണച്ചുകൊണ്ടിരിക്കുന്നു, തീ പിടിക്കാൻ. അല്ലേ? എന്താ ഇപ്പൊ തന്നെ പലരും പറയാൻ തുടങ്ങി ചൂട് കൂടി. എന്താ ചൂട് കൂടാൻ കാരണം? ചിലർ പറയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നുകൊണ്ടാണ്. കോൺക്രീറ്റ് കെട്ടിടം ഇപ്പോഴല്ലല്ലോ വരാൻ തുടങ്ങി, എത്രയായി വരാൻ തുടങ്ങിയിട്ട്? എത്രയോ ആയില്ലേ? അത് ചെറിയൊരു കാരണമാവും ചിലപ്പം. വേറെ ചില ആൾ പറഞ്ഞു, ഇന്നലെ ഒരാൾ എന്നോട്, മെഞ്ഞാന്നൊരാൾ പറഞ്ഞു, സാറേ ഈ മൊബൈലിന്റെ ഒക്കെ ഉപയോഗം ചൂട് കൂടാൻ കാരണമാണ്. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് ഞാൻ മൊബൈലിൽ നിന്നൊക്കെ പുറത്തേക്ക് ബഹിസ്ഫുരിക്കുന്ന ഈ ഊഷ്മാവ്, അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ഒരു കാര്യം സമ്മതിക്കാൻ വിസമ്മതിക്കാം, ഓൻ ചെയ്യുന്ന തെറ്റൊന്നും പ്രപഞ്ചത്തിലൊരു തകരാറുണ്ടാക്കിയിട്ടില്ല. ന്യായം കാണാണവൻ. പരിശുദ്ധമായ ഖുർആൻ നല്ലപോലെ ശ്രദ്ധിക്കണം നിങ്ങൾ. പള്ളികൾ നാശത്തിന് ഹേതുകമാകുന്നത് സമൂഹത്തിന്റെ നാശത്തിന് താറുമാറുണ്ടാക്കുന്നതാ. മാത്രമല്ല പ്രപഞ്ചത്തിൽ താറുമാറു വരാൻ കാരണമാവും. തീപിടുത്തുണ്ടാവുന്ന
ഹദീസുകൾ സംസാരിക്കുന്നുണ്ട്. തീപിടുത്തെന്ന് മാത്രമല്ല, ഹദീസുകൾ പറയുന്നത്, ഖുർആൻ സൂചിപ്പിക്കുന്നത്, മേൽഭാഗത്ത് നിന്ന് പള്ളി കൊണ്ട് മനുഷ്യൻ കളി തുടങ്ങിയാൽ മേൽഭാഗത്ത് നിന്ന് തീക്കട്ടകൾ പ്രതീക്ഷിക്കാവുന്നതാണെന്ന്. എല്ലാം ശ്രദ്ധിക്കണേ. അബ്ദുള്ള സാഹിബ് ഈ നാട്ടിൽ ആദ്യകാലത്ത് നിലകൊള്ളുന്ന ഒരു പള്ളിയുടെ പുനർനിർമ്മാണം നടത്തുന്ന സമയത്താണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. പള്ളി കൊണ്ട് കളി തുടങ്ങിയാൽ ആകാശത്ത് നിന്ന് തീ കൊണ്ടുള്ള ഏർ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണെന്നറിയോ? ശാസ്ത്രം പറയുന്നത്, കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലോ ഒരു തീയേറുണ്ടായല്ലോ. ഇന്ന് വരെ എന്താണ് അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ മുഴുവൻ കണ്ടു, എന്താ ഒരു തീക്കട്ടങ്ങനെ പറന്നു പോവാണ്. ഇടവണ്ണപ്പാറയിൽ ഞാൻ വയൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആളുകളൊക്കെ നെട്ടിത്തിരിഞ്ഞു നോക്കി. ഞാൻ ചോദിച്ചു, എന്താ ഒരു തീ ഇങ്ങനെ പറന്നു പോണ പോലെ തോന്നി. അവർ പലരും കറിഞ്ഞു അത് വെറുതെ തോന്നിയതാണ്. പിറ്റേന്ന് പത്രം എടുത്തു നോക്കുന്ന സമയത്താണ് തീപ്പന്തം എന്ന റിപ്പോർട്ട് നമ്മൾ കണ്ടത്. തീപ്പന്തം എന്തേ ആ സംഭവം ഉണ്ടായപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, കേരളത്തിൽ എങ്ങനെ തീബന്ധം? എന്നോട് ചോദിച്ചതാ, കേരളത്തിൽ എന്ത് തീബന്ധം? ഇത്ര മതപരമായി ബോധമുള്ള ഈ നാട്ടിൽ മേൽഭാഗത്തുനിന്നുള്ള തീയേറോ എന്ന് ചോദിച്ചു. എല്ലാം മനസ്സിലാക്കണം നിങ്ങൾ. ഖുർആൻ തീ കൊണ്ട് മേൽഭാഗത്തുനിന്ന് സൃഷ്ടിച്ചൊരു സമൂഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആരാണത്? സാധാരണ നമ്മൾ ഓതാറുള്ള നിസ്കാരത്തിൽ ഓതാറുള്ള ചെറിയ സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തളലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കാരെ അള്ളാഹു ചെയ്തത് എന്താണെന്ന് നബിയെ അങ്ങ് കണ്ടില്ലയോ? ആരാണ് ഈ ആനക്കാർ? ആനക്കലഹ സംഭവം എന്ന് പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യമനിൽ ഒരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു. അബ്രഹത്ത് എന്നായിരുന്നു ആ നാട്ടുരാജാവിന്റെ പേര്. അയാൾ തന്റെ രാജ്യത്തൊരു പള്ളി ഉണ്ടാക്കി, ഒരു ഭവനം ഉണ്ടാക്കി. യമനിൽ ഒരു ഭവനമുണ്ടാക്കിയാൽ അല്ല ലക്ഷ്യം എന്താ? അയാളുടെ മനസ്സിലെ നിയ്യത്ത് കഅബക്ക് പാരയായ ഒരു പള്ളി ഉണ്ടാക്കാനായിരുന്നു. കഅബക്ക് പാരയായ ഒരു പള്ളി നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ നിയ്യത്ത്. മഹാനായ വാവാട് ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. സ്റ്റേജിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സുഖായി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ആഫിയത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പള്ളികളുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമാണ്. പള്ളികളിൽ നാശം വരുമ്പോൾ പ്രപഞ്ചത്തിൽ നാശമുണ്ടാകും. എന്താ? സുജൂദിന് തകരാറ് സംഭവിക്കുമ്പോൾ വലിയ നാശം ഉണ്ടാവുന്ന. സുജൂദിന് തകരാറ് സംഭവിക്കുമ്പോൾ വലിയ നാശമുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്താ അറിയോ? തീരെ സുജൂദ് തന്നെ ചെയ്യാത്തവനാ ഓരോ നിൽക്കും കഴിച്ചില്ലാവെന്ന് വിചാരിക്കണ്ട. ഞാൻ നേരത്തെ നിങ്ങളോട് ഹദീസ് എനിക്ക് ഓതാനുള്ള സമയം ലഭിക്കുമോ എന്നറിയില്ല. ഏതായാലും ഞാൻ ഈ സമയത്ത് അങ്ങ് ഓതിക്കളയാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ മിൻകും മിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനുൽ വുദൂഅ. ഏതൊരു മുസ്ലിമാണോ വുദൂ എടുക്കുകയും ആ വുദൂ നന്നാക്കുകയും സുമ്മ യഖൂമു, പിന്നെയാൾ നിൽക്കുകയും ഫയസല്ലി റകഅതൈൻ, അല്ലാഹുവിന് വേണ്ടി 2 റകഅത്ത് അയാൾ നിസ്കരിക്കുകയും ചെയ്തു, അതിലെ സുജൂദും റുകൂഉം ഒക്കെ നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് അയാൾ നിസ്കരിച്ചാൽ യഖബിലു അലൈഹിമാ ബിഖൽബിഹി വവജ്ഹി, മാനസികമായ നിസ്കാരത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും ലയിച്ചു ചേർന്നുകൊണ്ടാണ് അയാൾ 2 റകഅത്ത് നിസ്കരിച്ചത്. എന്നാൽ ആ 2 റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് 4ാമത്തെ സുജൂദും കഴിഞ്ഞയാൽ അത്തഹിയാത്ത് ഓതി നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതോടുകൂടെ ഇല്ല, വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം അല്ലാഹു നിർബന്ധമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാം മനസ്സിലാക്കണം. ഒരാളെ അവസാനത്തെ അമല് സുജൂദായ അവൻ രക്ഷപ്പെടും. കാസർഗോഡ് പള്ളിയിലുണ്ടായിരുന്ന ഉസ്താദ് അധികം സംസാരിക്കൊന്നുമില്ല. ജനങ്ങളൊക്കെ പറയും, അയാളിത് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. മൂപ്പര ഈമാൻ സൂക്ഷിച്ചതാണ്. കാരണം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നന്നാവില്ലെന്ന്. എങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ഉസ്താദെ നന്നാക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഈ സാദ് മനസ്സിലാക്കി ഇമാം ഗസ്സാലി പറഞ്ഞ കാലാണിതെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര ഈമാൻ സലാമത്താക്കാൻ മൂപ്പര നിസ്കരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, എപ്പോഴും ദിക്റിൽ മുഴുകും ഈ മനുഷ്യൻ.
ഒരു ദിവസം സുബഹി നിസ്കരിക്കാൻ ആളുകൾ വന്നു നോക്കുന്ന സമയത്ത് ഉസ്താദ് വരുന്നില്ല. ഉസ്താദ് സാധാരണ നേരത്തെ പള്ളിയിൽ വരുന്ന ആളാണ്. ഇവര് പോയി റൂമിന് മുട്ടി വെക്കുന്ന സമയത്ത് റൂം തുറക്കുന്നില്ല. വാതിൽ ചവിട്ടിപ്പറിച്ച് തുറന്നു നോക്കുന്ന സമയത്ത് സുജൂദിൽ കിടക്കുകയാണ്. അപ്പൊ 4:30 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടന്ന് മരിച്ചു വരാം. സുജൂദിൽ കിടന്നൊരാൾ മരിച്ചതാണ്. ഞാൻ പറയുന്നത് സുജൂദ് ചെയ്യാത്ത ആളാണോ അയാൾ ഈ പ്രപഞ്ചത്തിന് ആവശ്യമില്ലാത്ത ആളാണെന്ന്. അള്ളാഹു നമ്മളെ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ കിടത്തിയത് എങ്ങനെ? 10 മാസം സുജൂദിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കിടത്തം? ഭൗതിക ശാസ്ത്രം കാണിച്ചു തരുന്ന ആ ചിത്രമുണ്ട്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കുട്ടി കിടക്കുന്ന രംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുജൂദിലാണ്. ഭൂമിയിൽ നിങ്ങൾ ചെറിയൊരു മത്തന്റെ കുരു പോലും കുഴിച്ചിട്ട് നോക്ക്. അത് മുളക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ, അത് മുളച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം. 3 ദിവസം കഴിഞ്ഞ് നനച്ചിട്ട് നമ്മൾ മുളച്ചു വരുന്ന സമയത്ത് തന്നെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തിട്ടാണ് മൂപ്പര് പിന്നെ പൊങ്ങാൻ തുടങ്ങുക. നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ സുജൂദിലാണ്. ഇപ്പോഴൊന്നും കുഴപ്പമില്ല. കുറച്ചൊക്കെ വലുതായി മുലപ്പാലൊക്കെ കുടിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ഉഷാറായി, തടിയൊക്കെ ഉഷാറായി. പിന്നെ ചോദിക്കുക എന്താ നിസ്കരിച്ചിട്ട് കാര്യം? അഹമ്മദ് ഹാജി എല്ലാ ദിവസവും തഹജ്ജുദിന് പള്ളിയിലെത്തുകയും സുബഹി ഒറ്റ വക്ത് ഖളാ ആക്കാതെ നിസ്കരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അയാൾ അവസാനം മരിച്ചത് വലിയ രോഗമൊക്കെ പിടിച്ച് വലിയ മുസീബത്തൊക്കെ ആയിട്ടാണ് മരിച്ചത്. പിന്നെ ഞാൻ നിസ്കരിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണം. സുജൂദ് ചെയ്യാത്തവൻ പ്രപഞ്ചത്തിന് ഭാരമാണ്, ഭൂമിക്ക് ഭാരമാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാശം അത്തരം ആളുകളിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുജൂദ് ചെയ്യാനുള്ള കേന്ദ്രമാണ് പള്ളികൾ. ഈ പള്ളികൾ അറിയപ്പെടാൻ കാരണം ഏറ്റവും കൂടുതൽ സുജൂദ് നടക്കുന്നത് പള്ളികളിലായതുകൊണ്ടാണ്. പള്ളികളിലാവണം എന്നാണ് അതിന്റെ അർത്ഥം. പള്ളികളിലാവണം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിസ്കരിക്കാൻ, ഒരു നാട്ടിലെ പുരുഷന്മാരൊക്കെ നിസ്കരിക്കാൻ എവിടെ വരണം? പള്ളിയിൽ വരണം. അബ്ദുള്ള സാഹിബിന്റെ നാട്ടുകാരുണ്ട് കേരളം എന്നും അഭിമാനത്തോടെ ഓർക്കുന്ന CH മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹത്തിന്റെ മകന് വിവാഹാന്വേഷണം വന്നു. അദ്ദേഹത്തിന്റെ മകൾക്ക് വിവാഹാന്വേഷണം വന്നു. പുതിയാപ്പിളിനെ കുറിച്ച് അന്വേഷിക്കണമല്ലോ. നമ്മളൊക്കെ എന്താ ചെയ്യാ? അവന്റെ കൂടെ പഠിച്ചവനാരാ, അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാരാ, ഇതൊക്കെ നമ്മൾ നോക്കുക. മൂപ്പര് പറഞ്ഞ ഒന്നും ചോദിക്കണ്ട, നമുക്ക് ആ പുതിയാപ്പിളിനെ അന്വേഷിച്ചു വന്ന ആളുടെ നാട്ടിൽ സുബഹി നിസ്കരിക്കാൻ പോയി നോക്കാം. പുതിയാപ്പിള സുബഹി നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്, പിന്നെ അന്വേഷിക്കണ്ട, ഇല്ലെങ്കിൽ അന്വേഷിച്ചാൽ മതി. CH മുഹമ്മദ് കോയ സാഹിബ് പല കാര്യങ്ങളും ഈ ഉമ്മത്തിനെ തന്റെ കുശാഗ്ര ബുദ്ധിയിലൂടെ പഠിപ്പിച്ചു പോയ ഒരു മഹാനാണല്ലോ. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്, വളരെ ശരിയാ. എന്തുകൊണ്ട്? സുബഹി നിസ്കരിക്കാത്ത ഈ സുജൂദ് ചെയ്യാൻ ചില സമയങ്ങളുണ്ട്. ആ സമയം പോലും വളരെ പ്രധാനമാണ്. നമുക്ക് തോന്നുമ്പോഴല്ല സുജൂദ് ചെയ്യേണ്ടേ. നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ റബ്ബിന് ശുക്ർ നൽകി സുജൂദ് ചെയ്യാം. പക്ഷെ അള്ളാഹു കൽപ്പിച്ച ചില സമയമുണ്ട് സുജൂദ് ചെയ്യേണ്ട സമയം. അതൊന്നേതാ? ഒന്ന് രാവിലെ സുബഹിക്ക്. സുബഹി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 5:30 മണി, 5:35 മുതൽ ഒരു 6-7 മണിന്റെ ഇടക്ക്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അത് 4 മണി, 4:30 ആവും, ഒക്കെ 5 മണിയൊക്കെ ആവും. ഞാൻ ഓർക്കാറുണ്ട്, മോഹനൻ സാർ, ഈ മോഹനൻ കേരളത്തിന്റെ മന്ത്രിയാണല്ലോ, അദ്ദേഹം കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഞാൻ ഒരാളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, മോഹൻ സാർ എന്നെ വിളിച്ചിരുന്നു ഇന്ന് രാവിലെ, പിന്നെ 4:30 മണിക്കുണ്ട് എന്നെ വിളിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഇന്നലെ ഒരു പരിപാടി ഒന്ന് കടന്നുറങ്ങി, നേരം വൈകി പോയതാണ്. ഞാൻ രാവിലെ നീച്ചു നോക്കുമ്പോൾ മോഹൻ സാറെ കോള്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ആളെ പേര് വിളിച്ചിട്ടാ ചോദിച്ചത്. അല്ല ചങ്ങായി, ഇതൊരു മാപ്പളല്ലേ, ഇജ്ജ് 4:30 നീച്ചിട്ടുണ്ടാവും എഴുതിയിട്ടാണ് ഞാൻ എന്നെ വിളിച്ചത്. മോഹൻ സാറ് എന്നോട് പറഞ്ഞു എന്ന് അയാൾ ലജ്ജയോടുകൂടെ പറയാൻ. ഈ നെറ്റിത്തടം അള്ളാഹുവിന് വേണ്ടി ഭൂമിയിൽ വെക്കേണ്ട ചില പ്രത്യേക സമയം അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തഹജ്ജുദിന്റെ സമയത്ത്. ആ സമയത്ത് നെറ്റിത്തടം ഭൂമിയിൽ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദിൽ വെച്ച ആളോട് പറച്ചോന് വല്ലാത്ത ഇഷ്ടാണ്. മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനകോടികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ചോദിക്കും, ആരാ എന്നെ പേടിച്ച് സുബഹിയുടെ മുമ്പ് എന്നെ പേടിച്ചുകൊണ്ട്, എന്നെ ആഗ്രഹിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ, ആ സമയത്ത് എനിക്ക് വേണ്ടി സുജൂദ് ചെയ്ത ആളുകൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ പോലും ഇങ്ങോട്ട് എഴുന്നേൽക്കും അല്ലാഹ് പറയും, നിങ്ങൾക്ക് വിചാരണ ഒന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ് എന്ന് പറഞ്ഞവർ സ്വർഗത്തിലേക്ക് കടത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തറക സ്വലാത്ത സുബ്ഹി ബരിയത മിൻഹു ദിമ്മത്തുല്ലാഹ്. സുബഹി നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ, ശ്രദ്ധിക്കണേ, രാവിലെ ഒരാൾ സുബഹി നിസ്കരിച്ചില്ല എന്നാ ആ സമയത്ത് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തില്ല, തല റബ്ബിന്റെ മുമ്പിൽ കുനിച്ചില്ല അല്ലേ? ചില ആളുകൾ എത്ര പേടിച്ചിട്ടാ ഓം പായണ്. ഗൾഫിലൊക്കെ ചില ആളുകൾ പറയാം, ഇന്നിപ്പോ എന്തായാലും ഡ്യൂട്ടി വെറുതാവും. എന്താ 8:05 8:05 ബട്ടണമർത്തന്റെ 8:05, അത് 8:06 അന്നത്തെ ശമ്പളം കിട്ടൂല, കട്ടായി പോവും, ജോലി ചെയ്യണം, ഏജാറിൽ പായ. ആരെയാ പേടിക്കുന്നത്? ഭൂമിയിലെ മുതലാളിയെ.
8:05 ബട്ടൺ അമർത്തിയിട്ട് തന്റെ പ്രസൻസ് രേഖപ്പെടുത്താൻ ഓടുകയാണ്. എന്നാൽ രാവിലെ തനിക്ക് ജീവനും ജീവിതവും നൽകിയ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു 4 വട്ടം സുജൂദ് ചെയ്യാൻ മടിക്കുന്നവൻ എത്ര വലിയ നന്ദി കെട്ടവനാണ്. എത്ര വലിയ നന്ദി കെട്ടവനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ മടി. കാരണം നമ്മളെ ശരീരത്തിലുള്ളതൊന്നും നമ്മളെ കഴിവുകൊണ്ട് കിട്ടിയതല്ല, അള്ള തന്നത്. അങ്ങക്കറിയോ, ഈ കഴിഞ്ഞ 2 മാസത്തിനൊക്കെ ഞാൻ കേട്ടത് 8 കേസുകളാണ്. ജനിച്ചു വീണ കുഞ്ഞുമക്കൾക്ക് ഹൃദയത്തിലേക്കുള്ള ഒരു വാൾവില്ല. 8 കേസ്. 1 അല്ല 2 അല്ല 3 അല്ല 8 കേസ്. നിങ്ങളെ ഏത് രീതിയിൽ വേണമെങ്കിലും സംവിധാനിക്കാൻ കഴിയുന്നവനായിരുന്നു നിങ്ങളുടെ റബ്ബ് എന്ന് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ? ഞങ്ങൾ ഒരു ചെറിയ യാത്ര പോയപ്പോൾ ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടു 3-4 അന്ധന്മാരെ. അബ്ദുള്ള സാഹിബ് പോക്കറ്റിൽ നിന്ന് ഒരു നോട്ട് എടുത്തിട്ട് ആ പെണ്ണിന്റെ കയ്യിൽ, ആ അന്ധയായ പെണ്ണിന്റെ കയ്യിലുള്ള ഈ പെട്ടിയിലേക്ക് ഇട്ട് കൊടുത്തപ്പോ ആ പെണ്ണ് അത് കയ്യിലെടുത്തു എന്ന് തോന്നുന്നു. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഭയങ്കര ചിരി. അപ്പൊ ഞാൻ അബ്ദുള്ള സാഹിബിനോട് പറഞ്ഞു, അബ്ദുള്ള സാഹിബ്, ഈ പെണ്ണിന് ജീവിതത്തിൽ ചിലപ്പോൾ ഒരാൾ നോട്ട് കൊടുത്തു തന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിരിക്കണം. എന്തൊരു ചിരി എന്നറിയോ. കണ്ടപ്പോൾ അബ്ദുള്ള സാഹിബ് എന്നോട് പറഞ്ഞു, ഇവരെ കാണുമ്പോഴാണ് കണ്ണില്ലാത്തതിന്റെ പ്രയാസം എന്താന്ന് തിരിയാ. നമുക്ക് കണ്ണ് കിട്ടിയിട്ട് നമ്മളെന്താ ചെയ്തത് എന്ന് നമ്മളെപ്പോഴാണ് ആലോചിക്കാന്ന് ആ മനുഷ്യനൊരു വർത്താനം പറഞ്ഞപ്പോ എന്റെ കൽബിലൂടെ ചില ചിന്തകൾ കടന്നുപോയി. ചിന്തിക്കണം, നമ്മൾ എന്ത് ചെയ്തു ആ റബ്ബിന് വേണ്ടി, ആ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു. അല്ലേ? മെമ്പർ ഇവിടെ ഇരിക്കണ്ടല്ലോ, ഒരു വോട്ട് നിങ്ങൾക്ക് തന്നതിന്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഒരു വോട്ട് തന്നതിന്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ജീവിതം മുഴുവൻ നൽകുകയും അള്ളാഹുവിന്റെ. ഇതെന്തൊരു പരീക്ഷണ. നിങ്ങൾ എന്തിനാ അള്ള പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞു? ഈ വിശാലമായ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ റബ്ബിന് ഈ എസ്റ്റേറ്റ് മുക്കിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയാത്തോണ്ടാ? അല്ല, എസ്റ്റേറ്റ് മുക്കിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയാത്തോണ്ടല്ല. തുർക്കിയിലെ യാത്രയിൽ ഞങ്ങൾ പോയിരുന്നു ഒരു സ്ഥലത്ത്. അബ്ദുള്ള സാഹിബാണ് തുർക്കിയിൽ കൊണ്ടുപോയത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട പല ആസാറുകളും കാണിച്ചു തന്നത്. പുണ്യനബിയുടെ വാളുണ്ടവിടെ, മൂസ അലൈഹിസ്സലാമിന്റെ വടിയുണ്ട്. ആ യാത്രയിൽ ഞങ്ങൾ ഒരു വലിയൊരു സ്ഥലത്ത് പോയി. ഒരു മലയുടെ അകത്തേക്ക് കടന്നു നോക്കുന്ന സമയത്ത് ഒരു ചെറിയ കുന്ന, ആ കുന്നിനുള്ളിൽ തന്നെ കൊട്ടാരം പോലെ സംവിധാനം. എന്താ? അത് സൃഷ്ടിക്കപ്പെട്ട അന്ന് തന്നെ അങ്ങനെ. അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയാത്തോണ്ടാ? ഇല്ല. ഹിമാലയ പർവ്വതങ്ങൾ സൃഷ്ടിച്ച റബ്ബിന് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഈ പ്രപഞ്ചത്തിൽ. പിന്നെയോ ഇതൊക്കെ അള്ളാഹു നമ്മുടെ കയ്യിലുണ്ട് തന്നിട്ട് പറഞ്ഞു, ഇനി കുറച്ചങ്ങൾ ഇങ്ക് തരണം, ഒരു പള്ളിങ്ങൾ ഇങ്ക് വേണ്ടി ഉണ്ടാക്കണം. നിങ്ങൾക്ക് വീടുണ്ടാക്കാനുള്ള എല്ലാ ജോലി ചെയ്യാനുള്ള ആരോഗ്യവും സംവിധാനവും ചെയ്തു തന്ന് എനിക്ക് നിങ്ങളൊരു പള്ളി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. എന്തിനാ? അള്ളാഹുവിനോട് എത്ര സ്നേഹമുണ്ട് എന്ന് നമ്മുടെ മനസ്സിന്റെ സ്നേഹത്തിന്റെ ആഴം പരീക്ഷിക്കാനാണ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് കഴിയാത്തതുകൊണ്ടല്ല. റബ്ബിന് പറഞ്ഞൂടെ, ഓരോ മഹലിലും 10 ഏക്കർ സ്ഥലം എനിക്ക് നീക്കി വെക്കണം. അള്ള പറഞ്ഞാൽ നമ്മൾ നീക്കി വെക്കണ്ടേ? മുഴുവനും നമ്മുടെ കയ്യിൽ തന്നു, എല്ലാം നമ്മുടെ കയ്യിൽ. എന്നിട്ട് അള്ള പറഞ്ഞു, മരിച്ചോ മങ്ങളൊന്നും കൊണ്ടുപോയിട്ടോ, കാരണം നിങ്ങളെ മുമ്പ് മരിച്ചോലൊക്കെ കണ്ടില്ലേ പോയത്. 3 വെള്ള വസ്ത്രം മാത്രമേ അവർ കൊണ്ടുപോയിട്ടുള്ളൂ. കെട്ടുകൾ 3 കെട്ടി, കട്ടിയിൽ നിന്നേറ്റി, ഒരു ദീനമുണ്ടോരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ടം തോണി ചുറ്റി, മുറിയാതെ കയറും ചൊല്ലി, ഖബറിലേക്കുള്ളൊരു പോക്ക്, ഖൽബിൽ നീ ഓർത്തൊന്ന് നോക്ക്. നമ്മൾ കാണുന്നുണ്ട്, ആരും പോകുമ്പൊന്നും കൊണ്ടുപോകില്ലല്ലോ. എന്നാലും ഇത് ചെലവഴിക്കാൻ എന്തൊരു ബുദ്ധിമുട്ട് അല്ലേ? മകൾക്ക് കൊടുക്കാൻ തന്നപ്പോ പ്രശ്നമില്ല. മകൾക്ക് 50 രൂപ കൊടുത്തു. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഒരു പൊന്നു ചോദിച്ചപ്പോഴോ, പല സ്ഥലത്ത് പോകുമ്പോൾ വയല് പറയാൻ 2 ദിവസത്തെ വയല് ഉണ്ടാവുമ്പോൾ അനുഭവം ഉണ്ടാവാറുണ്ട്. എന്തേ പലരും പറയും, സാറേ സാമ്പത്തികമില്ല, നിങ്ങൾക്ക് അള്ളാഹു ചെയ്തെന്ന് വലിയ നിയമത്താ. അബ്ദുള്ള ഹാജിയുടെ മനസ്സിൽ അള്ള തോന്നിപ്പിച്ചത് അവിടെ ഇക്കൂട്ടൊരു പള്ളി, അള്ളാഹുവാണ് ആ തോന്നിപ്പിച്ചത്. എത്രയോ ആളുകൾ ഉപരത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊന്നും പോയപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ വന്നപ്പോ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവാണ് ഇതിന്റെ ഉടമസ്ഥൻ, രാജാതിരാജനായ റബ്ബാൻ. പല സ്ഥലത്തും ഞാൻ പോയിട്ട് തലേന്ന് കവറെടുക്കും, പിറ്റേന്ന് വരുമ്പോ നിങ്ങള് പൊന്നു കൊണ്ടുവരണം അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് വരുമ്പോ കാണാം വളന്റെ ഒരു പൊട്ടിയ അലീകത്ത്, അതേപോലെ കോടിയ മോതിരം, എന്താ നല്ല ചിറ്റ് പോലെ കഴുത്തിലുണ്ട്, നല്ല ചിറ്റ് പോലെ കാതിലുണ്ട്, നല്ല മോതിരം കയ്യിലുണ്ട്. ഇതൊക്കെ തന്നെ റബ്ബിന് കൊടുത്തത് പൊട്ടിയത്. ഏത് പൊട്ടിയത്? പൊട്ടിയ ചിറ്റ്. ഈ ചിറ്റ് 4 തവണ പൊട്ടിയിരുന്നു. 4 തവണ പൊട്ടിയപ്പോഴും തട്ടാന്റെ അടുത്ത് കൊണ്ടുപോയി വിളക്കി ചേർക്കാൻ.
തട്ടാൻ 4ാമത്തെ തവണ ഉമ്മ തീറ്റി വന്നപ്പോ പറഞ്ഞു, ഉമ്മ അഞ്ഞിത് പൊട്ടിയാൽ വിളക്കാൻ കഴിയൂലട്ടോ എന്ന് പറഞ്ഞാണ്. അപ്പൊ ഉമ്മാക്ക് അഞ്ഞത് ശരിയാക്കാൻ കഴിയൂല, അതുകൊണ്ട് അള്ളാഹ്ക്ക് എടുക്കട്ടെ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ നിങ്ങൾ റബ്ബിനായി ചെലവഴിക്കേണ്ടത്. അല്ലേ, നമ്മളെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോ ഏറ്റവും പുതിയത് നല്ലതല്ലേ വാങ്ങിക്കൊടുക്കണത്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, പള്ളി ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലും പള്ളിന്റെ പണി ഇറങ്ങിയിരുന്നു. പള്ളിന്റെ പണി ഇറക്കുമ്പോൾ സാധനം വാങ്ങുമ്പോൾ ചില ആൾക്കാർ പറയും, എന്തിനാ അത്ര വലിയ വിലന്റെ സാധനം, എന്തിനാ 240 ടൈൽസ്, എന്തിനാ 86 റുപ്യ സ്ക്വയർ ഫീറ്റിനുള്ള ടൈൽസ്, അതൊരു 36 റുപ്യൻ്റെത് പോരെ. ഓന്റെ ഈ പറഞ്ഞോന്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഓൻട്ടത് 600 മാർബോണൈറ്റാ, സ്ക്വയർ ഫീറ്റിന് 600 മാർബോണൈറ്റ്. ഓന്റെ വീട്ടിൽ നല്ലതാ, അള്ളാന്റെ പള്ളിക്ക് പൊട്ടിയതും ഒക്കെ പൊട്ടിയതൊക്കെ. അല്ലാഹു എല്ലാ ജനങ്ങളുടെ കാഴ്ചപ്പാട് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ റബ്ബിന് ചെലവഴിക്കേണ്ടത്, രാജാതിരാജനായ അള്ളാഹുവിന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പള്ളികൾ അതിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിലനിർത്തണം. സുജൂദുകാരുടെ ലക്ഷ്യം തെറ്റിപ്പോയ നാശാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആനക്കല സംഭവത്തിൽ അള്ളാഹു പഠിപ്പിച്ചതാണ്. എന്തേ, ഈ അബ്രഹത്ത് ഒരു ഭവനുണ്ടാക്കിയ ഒരു പള്ളി എവിടെ? യമനിലാണ്. അയാളുടെ മനസ്സിലെ നീയത്ത് എന്താ അറിയോ? കാബക്ക് പാരയായൊരു പള്ളിയിലാണ്. കാബക്ക് പാരയായൊരു ഭവനം അയാൾ യമനിലുണ്ടാക്കി. യമനിലുണ്ടാക്കിയപ്പോ എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? യമനിലെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ആരോട് പോണ്ട, മക്കത്തേക്ക് പോണ്ട, എല്ലാവരും ഇങ്ങോട്ട് പോന്നാ മതി. ഇത് കേട്ടു. ഇതേതോ മക്കാരൻ കേട്ടപ്പോൾ അയാൾ കച്ചവടത്തിന് പോയതാ യമനിൽ. അയാൾ എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് മലം വിസർജിച്ചു. ഇയാളുടെ ഉദ്ദേശം ശരിയല്ലാന്ന് കണ്ടപ്പോൾ മലം ആ ഭവനത്തിന് മുകളിൽ വാരി തേച്ചു. ഏതോ ഒരു വിഡ്ഢി ചെയ്തതാണ്, ഏതോ ഒരാൾ ചെയ്തു. അയാൾ ചെയ്തപ്പോ ഈ രാജാവിന് ദേഷ്യം പിടിച്ചു. രാജാവ് എന്ത് ചെയ്തു അറിയോ? മക്കാരനാണ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? കാബ് പൊളിച്ചു കളയണം എന്ന് തീരുമാനിച്ചു. വിരോധം തീർക്കാൻ കഴിയാതെ കാബ് പൊളിച്ചു കളയാൻ വേണ്ടി അദ്ദേഹം വന്നു എന്നാണ്. ആനപ്പുറത്തവർ വന്നതുകൊണ്ടാണ് ആനക്കാർ എന്ന് ഖുർആൻ അവരെ വിളിച്ചത്. പുണ്യനബി ജനിക്കുന്നതിന് 40 കൊല്ലം മുമ്പായി സംഭവം ഉണ്ടായത്. അറഫായിലെത്തിയവർ മുസ്ദലിഫയിലേക്ക് കടന്നു, മിനയിലേക്ക് കടക്കാനൊരുങ്ങാൻ. ഇനി മക്കത്തേക്ക് 6 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ആരോ അബ്ദുൽ മുത്തലിബിനോട് ചെന്ന് റസൂലുള്ളാഹിന്റെ പിതാവിനോട് ചെന്നിട്ട് പറഞ്ഞു, കഅബ പൊളിക്കാൻ അബ്രഹത്തും കൂട്ടരും വരുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ബേജാറായി. കഅബയുടെ മുറ്റത്തേക്ക് ഓടിച്ചെന്നു. കഅബന്റെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞൊരൊറ്റ പ്രാർത്ഥന, അല്ലാഹുവേ പടച്ചോനെ, നിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. അല്ലാഹുവേ, മക്കയുടെ പ്രാന്തപ്രദേശത്ത് പുല്ലുമേഞ്ഞു നിന്ന ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്. ആ ഒട്ടകങ്ങൾക്ക് വല്ല അപകടവും വരുന്നുണ്ടെങ്കിൽ ഞാൻ കാത്തോളും റബ്ബേ. കഅബയുടെ ഉടമസ്ഥൻ നീയാണ്. ഈ കഅബ പൊളിക്കാൻ വരുന്നവരിൽ നിന്ന് കഅബയെ നീ കാക്കണേ അല്ലാഹ് എന്ന് അബ്ദുൽ മുത്തലിബ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. മിനായിലേക്ക് വരെ കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അബാബീൽ പക്ഷികൾ അല്ലാഹു നിയോഗിച്ചത്. അബാബീൽ പക്ഷികൾ ചുണ്ടുകളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ചുടുകട്ടകൾ ചുമന്നുകൊണ്ടുവന്ന് ഈ അബ്രഹത്തിന്റെയും കൂട്ടരുടെയും തലയിലേക്ക് എറിഞ്ഞു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മേൽഭാഗത്ത് നിന്ന് അല്ലാഹു ഭൂമിയിലേക്ക് തീക്കട്ട എറിഞ്ഞത് പള്ളി കൊണ്ട് കളിച്ചപ്പോഴാണ്. പള്ളി കൊണ്ട് കളിച്ചപ്പോഴാണ്. നല്ലോ ശ്രദ്ധിക്കണം. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട, ഉമ്മത്ത് മനസ്സിലാക്കാൻ പറയണത്. പള്ളി കൊണ്ട് കളിച്ചപ്പോഴായിരുന്നു അള്ളാഹു മേൽഭാഗത്ത് നിന്ന് തീക്കട്ട് കൊണ്ടെറിഞ്ഞത്. അള്ളാഹു ഈ ഉമ്മത്തിനെ നന്നാക്കി തരട്ടെ. അള്ളാഹുവേ, ഉമ്മത്തിനെ ഒന്നാക്കി തരേണമേ റബ്ബേ, ഒന്നാക്കി തരേണമേ റബ്ബേ. കേരളത്തിന്റെ തലക്ക് മീതെ എന്തുകൊണ്ട് തീക്കട്ടകൾ പറന്നുപോയി എന്ന് ചോദിച്ചാൽ, കേരളക്കാരൻ പള്ളി കൊണ്ട് കളിക്കുക, പള്ളി കൊണ്ട് കളിക്കുകയാണ്. മഹല്ലുകൾ ഛിന്ന ഭിന്നമായിരിക്കുകയാണ്. മനുഷ്യപ്പള്ളികൾക്കിടയിൽ വേർതിരിവുണ്ടാക്കി, ആളുകളുടെ ഖൽബുകൾക്കിടയിലും വേർതിരിവുണ്ടായി. അങ്ങനെ സമൂഹത്തിൽ നാശമുണ്ടായപ്പോഴാണ് ഈ ചൂട് കൂടാൻ തുടങ്ങിയത്. ഞാൻ അങ്ങോട്ട് വിഷയത്തിലേക്ക് ഗഹനമായി ഇറങ്ങിച്ചെല്ലുന്നില്ല. ഞാൻ പറഞ്ഞത് സുജൂദിന്റെ ലക്ഷ്യം തെറ്റിയ പ്രപഞ്ചത്തിൽ മുഴുവൻ നാശം ഉണ്ടാവും. അതിലെ ഒരു നാശമാണ് മേൽഭാഗത്ത് നിന്ന് വീഴുന്ന തീക്കട്ടകൾ. അല്ലാഹു യഥാർത്ഥ രീതിയിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാൻ ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. സമയം അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. പള്ളിയുടെ ഉദ്ഘാടനത്തോട് വെച്ച് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഒരു ദിവസമെങ്കിലും ഒരു വാല്യൂ പറയണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതും ഉസ്താദ് അങ്ങനെ തന്നെ പറഞ്ഞു. അബ്ദുള്ള സാഹിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം നമുക്ക് പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാട്ടുകാരോട് ഞാൻ പറയാണ്, ഇതിന്റെ കൂലി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അബ്ദുള്ള സാഹിബ് സാമ്പത്തികമായി ശക്തിയില്ല, സാമ്പത്തികമായി ഒരു അടിത്തറയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, നിങ്ങളുടെ തടി കൊണ്ട് അധ്വാനിക്കാൻ പറ്റാവുന്ന അത്ര നിങ്ങൾ അധ്വാനിക്കണം. എന്തിനാ?
എന്നിട്ട് നിങ്ങളുടെ അംശവും കൂടെ ഇതിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. അബ്ദുള്ള സാഹിബിന് ചിലപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവും, ഈ ചങ്ങായിനെ പ്രസംഗിക്കാൻ കൊണ്ടുവരണ്ടില്ലേന്നു എന്നൊക്കെ ചിലപ്പോൾ മൂപ്പര് പറയും. കാരണം അത്രയും കൂലി മൂപ്പർക്ക് കുറഞ്ഞുവല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതില്ല, അള്ളാഹു ആ നീയത്തിന് എന്നെ കൂലി തരും. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയണ്, മണ്ണ് വലിച്ചു വാരിയിടാൻ, വെള്ളം നനക്കാൻ ശരിക്കും നനഞ്ഞിട്ടുണ്ടോ? നമ്മളിങ്ങനെ പുറത്തു നിന്നിട്ട് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് അന്നോ പള്ളി നനക്കാൻ പ്രസിഡന്റ് ആയാലും നോക്കാൻ അയാൾ വന്നിട്ടില്ലല്ലോ, എന്താ നമുക്ക് പണിയില്ലേ? നമ്മൾ ശ്രദ്ധിക്കണേ, നന കൃത്യമായി എത്തിയിട്ടുണ്ട്, നമ്മൾ നോക്കണം, നമ്മൾ നനക്കണം, നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. പള്ളിയുടെ പരിസരം, മറ്റു കാര്യം എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമൊക്കെ നിങ്ങൾ ചെയ്യണം. കാരണം ജീവിതത്തിൽ ഒരു പള്ളി ഉണ്ടാക്കുക എന്നത് അത് അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന ശുക്രിന്റെ ഭാഗം. ഏതൊക്കെ മഹാന്മാരാണ് ആ മഹാന്മാരൊക്കെ ചെയ്ത് കാണാം. നേരത്തെ തങ്ങൾ ഇവിടെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടക്കാതിരുന്നത്. തങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, റസൂലുള്ള മദീനത്തെത്തിയപ്പോൾ ആദ്യം ചെയ്തത് പള്ളി ഉണ്ടാക്കുകയാണ്. സ്വന്തം വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല, അതിന് മുമ്പ് റസൂലുള്ള പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അബ്ദുള്ള സാഹിബിന്റെ മകൻ സായിദിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഓന് സ്വന്തം വീട് ഉണ്ടാക്കിയിട്ടില്ല, അല്ലല്ലോ. സായിദ് എന്ന മോനാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത്. സായിദ് മോന് സ്വന്തം വീടുണ്ടാക്കിയിട്ടില്ല, അവൻ വീടുണ്ടാക്കുന്നതിന് മുമ്പ് എന്നെ പള്ളി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അള്ളാഹു ആ ചെറുപ്പക്കാരന് ബർക്കത്ത് കൊടുക്കട്ടെ. ഡോക്ടറാണ്, ചികിത്സയിൽ അള്ളാഹു പൂർണ്ണ ശിഫ ചെയ്യുന്ന ചികിത്സകളിലൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടത് ആ കാര്യത്തിന്. അദ്ദേഹത്തിന്റെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവട്ടെ എന്നാൽ കൂടുതൽ രോഗികൾ ഉണ്ടാവട്ടെ എന്നല്ല. ഒരിക്കൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ എന്നോട് ഞാൻ ദ്വാരുന്നപ്പോ മലയാളത്തിൽ ദ്വാരക്കണം. ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ്. അയാൾ എന്നോട് മലയാളത്തിൽ ദ്വാരക്കണം. മൂപ്പർ അങ്ങനെ എല്ലാ സ്ഥാപനവും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം. ഞാൻ ദ്വാരന്ന് പോകുന്നപ്പോ എന്റെ കൂടെ ഉള്ള ആൾ ചോദിച്ചല്ലോ, സാറേ നിങ്ങൾ ബർക്കത്തുണ്ടാണ് ഞാൻ ദ്വാരുന്നില്ല, ഹോസ്പിറ്റലിൽ ബർക്കത്ത് തന്നാൽ കൂടുതൽ രോഗികൾ വരില്ലേ എന്ന് വെച്ചെന്നോട്. ഞാൻ പറഞ്ഞു, കൂടുതൽ ആളുകൾ രോഗികളാവാന്നല്ല അതിന്റെ അർത്ഥം. ആ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്കൊക്കെ ചികിത്സ ലഭിക്കുന്ന ചികിത്സയിലൊക്കെ ശിഫാ കൊടുക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ആ ചെറുപ്പക്കാരന് എല്ലാവിധ പുരോഗതിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാൻ മഗ്രിബിന്റെ സമയം അടുത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിഷയങ്ങളൊന്നും പറഞ്ഞു തീർത്തില്ല. ഇൻഷാ അല്ലാഹ് പള്ളി പരിപാലനവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും വലിയ കൂലിയാണ്. ചെറിയ കാര്യത്തിന് പോലും വലിയ കൂലിയാണ്. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയോ, ഞാൻ പള്ളിയിൽ ഇമാമത്തിക്കണെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ബാങ്ക് കൊടുക്കണെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമുക്കൊക്കെ ബാങ്ക് കൊടുക്കുന്ന ആള് മുക്രിക്കാന്നല്ലേ പറയാ, മുക്രിക്കാന്ന് പറയാം. മുക്രിക്കാൻ ആക്രിക്കട നടത്തുന്ന ആളെ മാറ്റി നമുക്ക് തോന്നാം. മുക്രിക്കാൻ ഒന്നിനും പറ്റാത്തോന്നുള്ളൊരു ചിന്തല്ലേ മുക്രിക്ക. ഞങ്ങൾക്കറിയാം, മഹ്ശറയിൽ എല്ലാവരും തല താഴ്ത്തി പിടിച്ചു നിൽക്കുന്ന സമയമാണ്. ആര്? ലോകത്തെ ഭരണാധികാരികൾ. ഷെയ്ഖ് സായിദ് പോലും തല ഇങ്ങനെ താഴ്ത്തിട്ടാ നിൽക്കുക. ഇവയുടെ പ്രസിഡന്റ് അല്ലേ, ഉമ്മൻചാണ്ടി സാറുണ്ടാവും, തല താഴ്ത്തിട്ടാ നിൽക്കുക. അങ്ങനെ ഭരണാധികാരികൾ മുഴുവൻ തല താഴ്ത്തിട്ടാ നിൽക്കുന്ന. ഭൂമിയിൽ അഭിമാനത്തോടെ നിലകൊണ്ടവരൊക്കെ തല താഴ്ത്തിക്കുന്ന സമയത്ത് തല പൊക്കി നിൽക്കുന്ന ഒരു ഭാഗം ബാങ്ക് കൊടുത്ത ആളുകളാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നമ്മൾ കാണുന്നൊരു ചെറിയ കാര്യത്തിന് പോലും വലിയ കൂലിയാണ്. മുനവറിൽ തങ്ങൾ ഇവിടെ പോയില്ലേ, വന്നു പോയില്ലേ, തങ്ങളുടെ വലിയ തങ്ങൾ നിങ്ങൾക്കറിയാലോ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഒരു ദിവസം പള്ളിക്ക്, പാണക്കാട് പള്ളിക്ക് പോയി നോക്കുമ്പോൾ മാറാലുണ്ട് പള്ളിന്റെ ഒക്കെ മൂലയിൽ. അപ്പൊ തങ്ങൾക്ക് മനസ്സിലായി മുക്രിസ എന്താ പള്ളി ക്ലീൻ ചെയ്യേണ്ട ആള് ചെയ്തിട്ടില്ല. തങ്ങൾ എന്ത് ചെയ്തറിയോ, അയാളെ മുമ്പൊന്ന് ഈ ക്ലീൻ ചെയ്യുന്ന സാധനമില്ലേ മാറാല തട്ടണേ, അതിങ്ങോട്ട് എടുത്തു. അത് എടുത്തിട്ട് ഇങ്ങനെ തട്ടണ സമയത്ത് പറഞ്ഞു, പള്ളി വൃത്തിയാക്കിയ ആളുകൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഹൂറിയങ്ങളെ കൊടുക്കുന്നതാന്ന് പറഞ്ഞിട്ടാണ് ആ തങ്ങൾ ഇങ്ങനെ മാറാലെങ്ങനെ തട്ടി, തങ്ങളെ കൈകൊണ്ട് തന്നെ തട്ടി. തങ്ങളത് വലിയൊരു കാര്യം പഠിപ്പിച്ചതാണ്. ഇത് കേട്ടപ്പോ ഞാൻ തങ്ങളുടെ വഫാത്തിനെ വിളിച്ച് ഈ ഒരു സംഗതി കേട്ടപ്പോ എനിക്ക് തോന്നി അത് തങ്ങൾ ചിലപ്പോ തമാശക്ക് പറഞ്ഞതാവും. പള്ളി ഈ മാറാല തട്ടുന്ന ആൾക്കൊക്കെ അള്ളാഹു ഹൂർലീങ്ങളെ കൊടുക്കേ എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ആ ആഴ്ചയാണ് ഹദീസിന്റെ ഒരു കിതാബ് നോക്കിയ സമയത്ത് പള്ളി ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് സ്വർഗത്തിൽ ഹൂർലീങ്ങളെ എന്നത് ഹദീസാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വന്നല്ലോ. മദീന പള്ളിയിൽ നിന്ന് സ്വഹാബികളോട് ചോദിച്ചു, സഹാബ ഈ പള്ളി അടിച്ചു വൃത്തിയാക്കുന്ന ഒരു കറുത്ത പെണ്ണുണ്ടായിരുന്നല്ലോ, പള്ളിയുടെ മുറ്റമടിച്ചു വൃത്തിയാക്കുന്ന, അവരെവിടെയെന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു മരിച്ചുപോയി. മദീന പള്ളിയുടെ മുറ്റം അടിച്ചു വാരുന്ന ഒരു കറുത്ത പെണ്ണുണ്ടായിരുന്നു, കറുകറുത്ത പെണ്ണ, ആരും ഒരു നിലയും വലി വെക്കാറില്ല. ആ പെണ്ണ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. റസൂൽ ചോദിച്ചു, അവരെവിടെ? സ്വഹാബികൾ പറഞ്ഞവർ മരിച്ചുപോയി. റസൂൽ ചോദിച്ചു, എന്റെ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? അപ്പൊ പറഞ്ഞു, ഹബീബായ നബിയെ, അതൊരു സാധാരണ പെണ്ണല്ല, അങ്ങയോട് പറയാൻ മാത്രമൊന്നുമില്ല നിങ്ങൾ വിചാരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്തിനോട് ചോദിച്ചു, സഹാബ എവിടെയാണ് ആ സ്ത്രീയെ നിങ്ങൾ ഖബറടക്കം ചെയ്തത്? അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികളുടെ കൂടെ പോയിട്ട് ആ പെണ്ണിന്റെ ഖബറിന്റെ അടുത്ത് പോയി ആ പെണ്ണിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. ആര്? പള്ളിയുടെ മുറ്റമടിച്ചു വൃത്തിയാക്കിയ ഒരു പെണ്ണിന്. പിന്നെ ഞാൻ എന്താ ബാക്കി പറയണ്ടേ? പള്ളി നിർമ്മിക്കുന്ന ആളെ കുറിച്ചപ്പോ ഞാൻ എന്തു പറയണം? നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല.
ഞാൻ പറയുന്നത് പള്ളിയുടെ മുറ്റം അടിച്ചു വൃത്തിയാക്കിയ ഒരു പെണ്ണിനെ അള്ളാഹുവിന്റെ ഹബീബ് ബഹുമാനിച്ചതും ആദരിച്ചതും ഈ രീതിയിലാണെങ്കിൽ പള്ളി നിർമ്മിക്കുന്നവർ, പള്ളിയുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്യുന്ന ഭാരവാഹികൾ, ഉസ്താദുമാർ, പള്ളിയുമായി ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകൾ, അവരുടെ മഹത്വമൊക്കെ വല്ലാത്ത മഹത്വമാണ് ഹദീസുകൾ സംസാരിക്കുന്നുണ്ട്. വഴിയെ നമുക്ക് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ വാവാട് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തതുകൊണ്ട് ആ ദുആ നമ്മൾ ഇങ്ങോട്ട് വെക്കുകയാണ്. അത് സമാപന ദുആയായി നമ്മൾ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു മിനിറ്റ് നമ്മളെ മെമ്പർ ഒരു ആശംസ പറയുന്നത് നമുക്കൊരു സന്തോഷമായതുകൊണ്ട് ഞാൻ ആ ഒരു മിനിറ്റ്, എത്രയാണ് ബാങ്ക് കൊടുക്കാൻ സമയമില്ലെന്നറിയില്ല, അത്രയും മിനിറ്റ് ഞാൻ ഈ നമ്മുടെ ഈ വാർഡ് മെമ്പർക്ക് വേണ്ടി ഞാൻ മാറ്റിക്കൊടുത്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, അബ്ദുള്ള ഹാജിയുടെ ഭാര്യ മക്കളൊക്കെ വരണം എന്ന് ഉദ്ദേശിച്ചതായിരുന്നു ഇതിന്റെ ഈ ചടങ്ങിന്. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനത്തിനായിരിക്കും ഒരു വരിക. ഓർക്കൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു മഹാനവർക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ട സംവിധാനം ചെയ്ത് അതൊക്കെ വളരെ കൃത്യമായി ആ മഹല്ലിൽ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോവാണ്. അവസാനം അള്ളാഹുവരെയും നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രത്യേകം ദുആ ചെയ്ത് എല്ലാ ദുആയിലും നിങ്ങൾ അവരെയും സാധുവായ എന്നെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2 ദിവസം ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനത്തോട് വെച്ച് 2 ദിവസം വേണമെന്ന് പറയുന്നുണ്ട്. ഇൻഷാ നമുക്ക് പരിഗണിക്കാൻ നോക്കിയിട്ട് എപ്പോഴാണ് നോക്കിയിട്ട്. അബ്ദുള്ള സാഹിബ് പറഞ്ഞാൽ എനിക്ക് പലതും തള്ളാനും കഴിയില്ല. കാരണം ഞാൻ പലതും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അങ്ങനെയാണല്ലോ, അങ്ങോട്ട് അങ്ങനെ ആവുമ്പോൾ തിരിച്ചു അങ്ങോട്ട് ആവണല്ലോ. പക്ഷെ നമുക്ക് ആലോചിച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് പണി, നോമ്പിന്റെ മുമ്പെങ്കിലും ആ പണിയെടുക്കുന്ന ആളുകളോട് ഫസ്റ്റ് ഫ്ലോർ വാർത്ത് തരാൻ പറയണം. എന്നാൽ നോമ്പിനെ നിസ്കാരെങ്കിലും അടിയിൽ വെച്ചിട്ട് നമുക്ക് നടത്താൻ കഴിയും. നിങ്ങളിപ്പോൾ ഏറെ പ്രയാസപ്പെട്ടാണ് ചെയ്യുന്നത്, നിസ്കരിക്കാനൊക്കെ സൗകര്യം ചെയ്തത് എന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.